ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു മോട്ടിവേഷൻ വീഡിയോ ആയാലോ. കുറേ കാലമായില്ലേ മോട്ടിവേഷൻസ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നാളെ നമ്മുടെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോവുകയാണ്. അമ്മമാരൊക്കെ 2 മാസമായിട്ടൊക്കെ കിടന്നുറങ്ങുമായിരുന്നായിരിക്കാം. രാവിലെ എഴുന്നേൽക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ കുറച്ചുകൂടി കുറവായിരുന്നു. മക്കൾ അടുത്തുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ സ്കൂൾ ടൈം തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇന്നൊരു ദിവസം മാത്രമാണ് കേട്ടോ ഇവിടെയും മഴ കുറവാണ്. രാവിലെ കുറച്ച് വീടുന്നില്ല, പിന്നെ ഫുള്ള് വെയിലാണ്. അപ്പോൾ എല്ലായിടത്തും ഒക്കെ അത്യാവശ്യം മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മുടെ മക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അത്യാവശ്യം ചെറിയ മക്കളായിരിക്കാം, വലിയ മക്കളായിരിക്കാം, പക്ഷെ നമ്മുടെ മക്കൾ എപ്പോഴും നമുക്ക് മക്കൾ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ അവരോട് പറയുക, സ്കൂളിലൊക്കെ പോവാം. സ്കൂളിൽ പോകുമ്പോൾ മഴ സമയമായതുകൊണ്ട് വെള്ളത്തിലൊന്നും കളിച്ച് നിൽക്കാതെ കറക്റ്റായിട്ട് കുടയോ മഴക്കോട്ടൊക്കെ പിടിച്ച് പോവുക. അസുഖങ്ങൾ വരും, കാരണം ഇപ്പോൾ കോവിഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ അസുഖങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും ഡോക്ടറെ കണ്ട് തന്നെ എല്ലാവരും മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ പല തരത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ നേരെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളോട് അത്യാവശ്യം, അവരെ ഒറ്റയ്ക്കൊന്നും നടന്നു വരുന്ന കുട്ടികളാണെങ്കിലും ഒറ്റയ്ക്ക് വരാതെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ആക്കിയെടുക്കുക. പിന്നെ സ്കൂളിൽ നിന്ന് പുറത്തു നിന്നൊക്കെ, സ്കൂളിൻ്റെ അകത്ത് അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എങ്കിലും പുറത്ത് നിന്നൊക്കെ ആരെങ്കിലും ചോക്ലേറ്റ്സോ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയുക. നമ്മളത് റിജക്റ്റ് ചെയ്യുക. കാരണം നമ്മൾ അങ്ങനെ വേണ്ട, നമ്മുടെ അച്ഛനമ്മമാർ വാങ്ങിത്തരുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളങ്ങനെ ശീലിപ്പിക്കുക. അങ്ങനെ ഒരു രീതി കൊണ്ടുവന്നാൽ മാത്രം മതി. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ കുറേയൊക്കെ ഇങ്ങനെ ഈ ഡ്രഗ്സ് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ കുറച്ച് വീക്കായിരിക്കാം, പക്ഷെ പാരൻസ് അവരെ സപ്പോർട്ട് ചെയ്ത് വേണം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ കുട്ടികളും ഒരേപോലെ കഴിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കില്ല ഈ വർഷം പഠിക്കുന്നതൊക്കെ, കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. സിലബസ് കുറച്ചുകൂടി ടഫാവും, ഒരു വർഷം കൂടുന്നതനുസരിച്ചിട്ട് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളും കൂടി നമ്മുടെ മക്കളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് പോകുക. അല്ലാതെ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം എല്ലാ കുട്ടികളെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു ഫസ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് വിദ്യാഭ്യാസം വേണം എന്നതിനപ്പുറം ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഓവറായിട്ട് പ്രഷർ കൊടുക്കാനേ പാടില്ല. പിന്നെ അവർക്ക് എന്തും നമ്മളോട്, ഇപ്പോൾ സ്കൂളിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുള്ളൊരു സാഹചര്യം നമ്മളെപ്പോഴും കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു പരിധി വരെ അവർക്ക് സ്കൂൾ എന്നത് ഒരു വലിയൊരു പ്രശ്നമായി മാറില്ല. അവർ നല്ലതുപോലെ പോവും, പഠിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു മടി സ്കൂളിൽ പോകാൻ ഉണ്ടാവുകയാണെങ്കിൽ പാരൻസ് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുക. പിന്നെ പാരൻസ് ടീച്ചേഴ്സുമായി സപ്പോർട്ട് ചെയ്ത് അവരോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മക്കളോട് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നമ്മളോടെല്ലാം പറയും. നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് പാരൻസ് ആയിക്കഴിഞ്ഞാൽ, അവരോട് ഫ്രണ്ട്ലി ടോക്ക് ഇല്ലാതെ വന്നാൽ ഉറപ്പായിട്ടും അവർ പലതും നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കും. പിന്നെ നമ്മളോടാണ് നമ്മുടെ മക്കൾക്ക് പറയാനുള്ളതും നമ്മൾ നമ്മുടെ മക്കളെ കേൾക്കാൻ ശ്രമിക്കുക. ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും എല്ലാം തുറന്നു പറയുന്നതായിരിക്കും. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് കേൾക്കാനുള്ളൊരു മനസ്സാണ്. അങ്ങനൊരു മനസ്സുണ്ടെങ്കിൽ ഈ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും നമ്മുടെ ഫാമിലിയുടെ ഇടയിലായാലും ഒക്കെ നമുക്ക് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ ഒത്തിരി പ്രോബ്ലംസ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയം മുതൽ കുട്ടികളോട് പറയുക, അന്നെന്നുള്ളത് പഠിക്കാൻ പറയുക. കാരണം അന്നന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് ടൈം ആകുമ്പോഴല്ലേ, ഇപ്പോൾ ഓണം എക്സാം, ഫസ്റ്റ് ടൈം എക്സാമൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിന് ഒന്ന് നല്ല രീതിയിൽ അത്യാവശ്യം നല്ലൊരു മാർക്കൊക്കെ വാങ്ങിച്ച് പാസ്സാകാൻ പറ്റുള്ളൂ. പിന്നെ കൂട്ടുകാരുടെ ഇടയിൽ, കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക നമ്മൾ. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളാൽ കഴിയുന്നത്, നമ്മൾ പാരൻസ് എന്ന രീതിയിൽ നമ്മളാൽ കഴിയുന്ന ചെയ്ത് പറഞ്ഞുമൊക്കെ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾ നല്ല വഴിക്ക് പോകും. എപ്പോഴും എല്ലാ പാരൻസും ചിന്തിക്കുന്ന എൻ്റെ മക്കൾ സ്കൂളിൽ ഫസ്റ്റ് ആവണോ എന്നല്ല ചിന്തിക്കേണ്ടത്. നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട്, നല്ലൊരു വ്യക്തിയായിട്ട്, നാളെ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലൊരു വ്യക്തിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ എൻ്റെ മകൾ പഠിച്ച് എൻ്റെ മകൻ പഠിച്ച് വലിയൊരു ഓഫീസർ ആവുക എന്നതിലേക്കാളും നല്ലൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെല്ലാം വരും. ചിലപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് ചിലപ്പോൾ തോറ്റുപോവാം,
ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, പക്ഷെ 1-2 സബ്ജക്റ്റൊക്കെ തോറ്റു പോകുമ്പോൾ നമ്മൾ അവരെ മോട്ടിവേഷൻ കൊടുക്കുക. മക്കളെ നിന്നെക്കൊണ്ട് പറ്റും. 10 വട്ടം അത് കേൾക്കുമ്പോൾ 11ാമത്തെ വട്ടം അവന് അല്ല അവൾക്ക് തോന്നും, ശരിയാണ് എന്നെക്കൊണ്ട് പറ്റും. അങ്ങനെ തോന്നുമ്പോൾ ഉറപ്പായിട്ടും അവർ അടുത്ത സെക്കൻഡ് ടൈം എക്സാമിന് എല്ലാ വിഷയത്തിനും പാസ്സാകും. നമ്മളൊന്നുകൂടി മോളെ നീ ഒന്നുകൂടി വിചാരിച്ചാൽ നിനക്ക് കുറച്ച് കൂടുതൽ A+ വാങ്ങാൻ പറ്റും. അങ്ങനെ വാങ്ങുമ്പോൾ സ്കൂളിൽ ഫുൾ A+ വാങ്ങിച്ച് പാസ്സാകുന്നവരൊന്നും അല്ല ലൈഫിൽ എല്ലായിടത്തും എത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് അത്യാവശ്യം എഡ്യൂക്കേഷൻ വേണം, അതിനുവേണ്ടി നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ കുട്ടികളോട് പറഞ്ഞ് നല്ല രീതിയിൽ ഹാപ്പിനെസ്സോടുകൂടി പോവുക. അപ്പോൾ എല്ലാ കുട്ടികളും നമ്മുടെ പുതിയൊരു വർഷത്തേക്ക് 2025 ഈ ജൂൺ 2-ാം തീയതി പുതിയ സ്കൂളിലേക്ക്, കാരണം LKG പോകുന്ന കുഞ്ഞുങ്ങളുണ്ടാവാം, അംഗൻവാടി പോകുന്ന കുട്ടികളുണ്ടാവാം, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ +2-ന് പോകുന്ന കുട്ടികൾ. ഇപ്പോൾ +2-ൻ്റെ ക്ലാസ് +1-ൻ്റെ ക്ലാസ് തുടങ്ങാറായില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഏത് മേഖലയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും നമ്മൾ നല്ലൊരു കോൺഫിഡൻസ് ഫാമിലിയിൽ നിന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ നല്ല വഴിക്ക് പോകും. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും, എൻ്റെ മക്കളും എൻ്റെ അനിയന്മാരും അനിയത്തിമാരും അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നാളത്തെ ഒരു വാഗ്ദാനമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കുക, നല്ല വ്യക്തികളായി വളരുക. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.